Okay, good morning students. In our last class, we were discussing the second unit, our second unit. Here in this unit, we have discussed some about stories, fables, like that. I think you are ready with that, you are familiar with that. Today, we have a poem in page number 45, The Owl and the Pussycat. It's a whenever you watch or you read this poem, it will be very interesting. Okay, let's come to the poem. The Owl and the Pussycat. That is the name of the poem. The Owl and the Pussycat. Here, before reading the poem, let's read and enjoy section. Stories can also be in the form of songs and poems. In our earlier parts, we saw so many stories, fables, fables like that. Stories can also be in the form of songs and poems. അതായത് കഥകൾ നമുക്ക് കവിതകളുടെയും സോങ്സ് പാട്ടുകളുടെയും രൂപത്തിൽ കേൾക്കാൻ സാധിക്കും അല്ലേ. കഥകളെ നമ്മൾ പാട്ടുകളായിട്ടും കവിതകളായിട്ടും കേൾക്കാൻ സാധിക്കും. Now listen to a poem that tells the story of an owl and a pussycat. Here we have a poem. That is, this poem deals with the story of a pussycat. Pussycat means a cat and a owl. You know what is owl? Owl. What is owl? Yes, owl means മൂങ്ങ. അപ്പോൾ ഒരു മൂങ്ങയുടെയും കാറ്റിൻ്റെയും പൂച്ചയുടെയും കഥ പറയുന്ന ഒരു കവിതയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. മൂങ്ങയുടെയും കാറ്റിൻ്റെയും. പുസ്സി കാറ്റ്. പുസ്സി ഈസ് ആൾസോ ദി സെയിം മീനിങ് വിത്ത് കാറ്റ്. കാറ്റിൻ്റെ അതേ അർത്ഥം തന്നെയാണ് പുസ്സി എന്ന് പറഞ്ഞാലും കേട്ടോ. പുസ്സി കാറ്റ്. കാറ്റിന് പറയുന്ന വേറൊരു പേരാണ് പുസ്സി. അപ്പോൾ ഒരു പൂച്ചയുടെയും മൂങ്ങയുടെയും കഥയാണ് നമ്മളിവിടെ കവിതാ രൂപത്തിൽ പഠിക്കാൻ പോകുന്നത്. ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ് ദി പോം. ബിഫോർ ദാറ്റ് യു ഹാവ് ടു റീഡ് ഇറ്റ് 1 or 2 times. There are so many words that you may not be familiar with. Anyway, we can come through that poem. Okay, let's come to the poem. This poem is written by Edward Lear. This poem is written by whom? Edward Lear. Listen to the profile of Edward Lear. Edward Lear, 1812-1888. He was born in 1812 and died in 1888. Is an English artist, illustrator, author and poet. He is known mostly for his limericks, a form he popularized. Limericks are short humorous poems with rhymes. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കുറേ ലെയിംറിക്സുകളുണ്ട്. ഇദ്ദേഹം കുറേ ലെയിംറിക്സുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ലെയിംറിക്സുകളിൽ ഒന്നാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന ഈ കവിത. എന്താണ് ലെയിംറിക്സ്? ലെയിംറിക്സ് ആർ ഷോർട്ട് ഹ്യൂമറസ് പോയംസ് വിത്ത് റൈംസ്. റിതമുള്ള റൈമിങ് വേർഡ്സൊക്കെ വരുന്ന, റൈം ചെയ്ത് വരുന്ന, റിതമൊക്കെ ഉള്ള നല്ല ഈണമുള്ള ഹ്യൂമറസ് ആയ കവിതകൾക്കാണ് എന്ത് പറയുക? ലെയിംറിക്സ് എന്ന് പറയാം. ഹ്യൂമറസ് ആയ ആ കവിതയുടെ കണ്ടൻറ്റ് ഹ്യൂമറായിരിക്കും. അപ്പോൾ അത്തരം ഒരു കവിതയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ദ നെയിം ഓഫ് ദി പോം ഈസ് ദി ഓൾ ആൻഡ് ദി പുസ്സി കാറ്റ്. ഇറ്റ് വിൽ ബി ഹ്യൂമറസ്. തമാശ നിറഞ്ഞ കവിതകൾക്കാണ് നമ്മൾ എന്ത് പറയാം? ലെയിംറിക്സ്. ഓക്കെ, അപ്പോൾ ഇത്തരം നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന ഈ കവിത ഇറ്റ്സ് എ ഹ്യൂമറസ് പോം, എ ലെയിംറിക്, ഒരു തമാശ നിറഞ്ഞ കവിതയാണ്. ലെറ്റ്സ് കം ടു ദി ടോപ്പിക്. ദി ഓൾ ആൻഡ് ദി പുസ്സി കാറ്റ്. പൂച്ചയും മൂങ്ങയും. ഓക്കെ. The owl and the pussycat went to a sea. The owl and the pussycat went to a sea. Understand? In a beautiful pea green boat. എങ്ങനെയാണ് അവർ കടലിലേക്ക് പോകുന്നത്? In a beautiful pea green boat. Pea, you know what is pea? കടലക്കാണ് നമ്മൾ pea എന്ന് പറയുക. Pea green boat. അത് പച്ച കടലയുടെ നിറമുള്ള
നല്ല പച്ച ഒരു ബോട്ടിലാണ് അവർ കടലിലേക്ക് പോകുന്നത്. ആര്? ഈ ഓളും ക്യാറ്റും. ദേ ടുക്ക് സം ഹണി. പോകുമ്പോൾ അവരുടെ കയ്യിൽ എന്തെടുത്തു? സം ഹണി, കുറച്ച് തേന്. ആൻഡ് പ്ലെൻറ്റി ഓഫ് മണി, ലോട്ട് ഓഫ് മണി, ധാരാളം പണവും എടുത്തു. റാപ്പിഡ് അപ്പ് ഇൻ എ 5 pound നോട്ട്. എന്നിട്ട് അവരതെന്ത് ചെയ്തു? 5 പൗണ്ടിൻ്റെ നോട്ടിൽ. പൗണ്ട് ഈസ് നമ്മൾ രൂപ എന്നൊക്കെ പറയുന്നത് പോലെ, ഡോളർ എന്നൊക്കെ പറയുന്നത് പോലെ, ഇറ്റ്സ് ആൾസോ ഒരു നാണയമാണ്. ഒരു രാജ്യത്തെ നാണയ വ്യവസ്ഥയാണ് പൗണ്ട്. എന്തായാലും 5 പൗണ്ടിൻ്റെ ഒരു നോട്ടിൽ അവരെന്ത് ചെയ്തു? ആ തേനും ഇതൊക്കെ പൊതിഞ്ഞിട്ടാണ് എടുത്തത്. ദി ഓൾ ലുക്ക്ഡ് അപ്പ് ടു ദി സ്റ്റാർസ് എബോവ്. ഈ ഓൾ എന്ത് ചെയ്തു? ലുക്ക്ഡ് അപ്പ് ടു ദി സ്റ്റാർസ് എബോവ്, മുകളിൽ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളെ നോക്കി. എന്നിട്ടോ ആൻഡ് സാങ് ടു എ സ്മോൾ ഗിറ്റാർ, ഒരു ചെറിയ ഗിറ്റാർ ഉപയോഗിച്ച് ഈണമിട്ട് അവൻ പാടാൻ തുടങ്ങി. ഈ മൂങ്ങ പാടാൻ തുടങ്ങി. എന്താണ് പാടുന്നത്? ഹോ ലവ്ലി കിറ്റി, ഓ കിറ്റി മൈ ലവ്. അത് ഈ പൂച്ചയോട് സ്നേഹം കാണിക്കുകയാണ്. അല്ലയോ സ്നേഹം നിറഞ്ഞ പൂച്ചയെ, എൻ്റെ പ്രിയപ്പെട്ട, എൻ്റെ പ്രണയിനി എന്നൊക്കെ വിളിച്ചിട്ട് ഈ പൂച്ചയെ അഭിസംബോധന ചെയ്യുകയാണ്. എന്നിട്ടോ വാട്ട് എ ബ്യൂട്ടിഫുൾ കിറ്റി യു ആർ. ആ പൂച്ചയെ പ്രകീർത്തിക്കുകയാണ്. നീ എത്ര സുന്ദരിയായ ഒരു പൂച്ചയാണ് നീ. യു ആർ വാട്ട് എ ബ്യൂട്ടിഫുൾ കിറ്റി യു ആർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാട്ട് പാടുകയാണ്. ദി കിറ്റി സെറ്റ് ടു ദി ഓൾ. അപ്പോൾ ഈ കിറ്റി, പൂച്ച, ഈ മൂങ്ങയോട് പറഞ്ഞു, യു എലഗൻറ്റ് ഫൗൾ, എത്ര അഴകുള്ള പക്ഷിയാണ് നീ. എലഗൻറ്റ് ഫൗൾ. ഫൗൾ ഈസ് ജസ്റ്റ് ലൈക്ക് ബേർഡ്. നമ്മൾ പക്ഷി എന്ന് പറയാൻ വേണ്ടി ചില സമയത്ത് ഉപയോഗിക്കുന്ന വാക്കാണ് ഫൗൾ. ഹൗ എലഗൻറ്റ് ഫൗൾ യു ആർ. എത്ര അഴകുള്ള മനോഹരിയായ അല്ലെങ്കിൽ മനോഹരിയായ പക്ഷിയാണ് നീ, അല്ലെങ്കിൽ മനോഹരനായ പക്ഷിയാണ് നീ എന്ന് ഈ മൂങ്ങയോട് കാറ്റ് തിരിച്ചു പറയാണ്. ഹൗ ചാമിംഗ്ലി സ്വീറ്റ് യു സിങ്. എത്ര മനോഹരമായ മധുരമേറും ശബ്ദത്തിലാണ് നീ പാട്ട് പാടുന്നത്. ഹോ ലെറ്റസ് ബി മാരീഡ്, ടു ലോങ് വി ഹാവ് ടാരീഡ്. എന്നിട്ട് പറയാണ് ഈ പൂച്ച ഈ മൂങ്ങയോട് പറയാണ്, ഹോ ലെറ്റസ് ബി ടാരീഡ്, ഹോ ലെറ്റസ് ബി മാരീഡ്. നമുക്ക് എന്ത് ചെയ്യാം? മാരീഡ്, നമുക്ക് കല്യാണം കഴിക്കാം. ടു ലോങ് വി ഹാവ് ടാരീഡ്. നമ്മൾ എത്ര കാലമായി നമ്മൾ ടാരീഡായിട്ട്, ടാരീഡിൻ്റെ മീനിങ് അവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ്? വെയിറ്റഡ്. എത്ര കാലമായി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു, നമ്മൾ കാത്തിരിക്കുന്നു, ഇനി നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് പൂച്ച ഈ മൂങ്ങയോട് ചോദിക്കുകയാണ്. ബട്ട് വാട്ട് ഷാൽ വി ഡു ഫോർ എ റിംഗ്. എന്നിട്ട് അവർ പറയാണ്, ബട്ട് വാട്ട് ഷാൽ വി ഡു ഫോർ എ റിംഗ്. കല്യാണ മോതിരത്തിന് നമ്മൾ എന്ത് ചെയ്യും? വിവാഹം കഴിക്കണമെങ്കിൽ മോതിരം വേണമല്ലോ, അതിനെന്ത് ചെയ്യും? റിങ്ങിന് എന്ത് ചെയ്യും? ദേ സെയിൽഡ് എവേ ഫോർ എ ഇയർ ആൻഡ് എ ഡേ. അങ്ങനെ അവർ ഒരു വർഷവും ഒരു ദിവസവും അവരെന്ത് ചെയ്തു? ആ കടലിലൂടെ യാത്ര ചെയ്തു. എന്നിട്ടോ ടു ദി ലാൻഡ് വേർ ദി ബോങ് ട്രീസ് ഗ്രോൺ. എവിടേക്കാണ് യാത്ര ചെയ്തത്? ടു ദി ലാൻഡ് വേർ ദി ബോങ് ട്രീസ് ഗ്രോ. ബോങ് ട്രീസ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ട്രീ, ഒരു തരം മരമാണ്. അപ്പോൾ ആ മരം വളരുന്ന നാട്ടിലേക്ക് അവർ ഒരു വർഷവും ഒരു ദിവസവും എടുത്തിട്ട് അവർ യാത്ര ചെയ്തു. ആൻഡ് ദർ ഇൻ എ വുഡ് എ പിഗ്ഗി വിഗ് സ്റ്റുഡ്. അവിടെ ഒരു മരത്തിലൊരു പിഗ്ഗി വിഗ്, ഒരു ഇനം പന്നിയുണ്ട്, ഒരു പിഗ് ഉണ്ട്. ഏതോ വിത്ത് എ റിങ് അറ്റ് ദി എൻഡ് ഓഫ് ഹിസ് നോസ്. അവൻ്റെ മൂക്കിൻ്റെ അറ്റത്ത് എന്തുണ്ട്? ഒരു റിങ് ഉണ്ട്, ഒരു മോതിരമുണ്ട് അവിടെ ആ പന്നിയുടെ, ഒരു കൈൻഡ് ഓഫ് പിഗിൻ്റെ. ഹിസ് നോസ് വിത്ത് എ റിങ് അറ്റ് ദി എൻഡ് ഓഫ് ദി നോസ്. അതിൻ്റെ മൂക്കിൻ്റെ അറ്റത്ത് ഒരു മോതിരമുണ്ട്. അങ്ങനത്തെ ആ പന്നിയുടെ അടുത്തേക്ക് ഇവർ ചെന്നു. എന്നിട്ടോ ഡിയർ പിഗ്, ആർ യു വില്ലിങ് ടു സെൽ ഫോർ 1 shilling യുവർ റിങ്? സെഡ് ദി പിഗ്ഗി, ഐ വിൽ. അപ്പോൾ ഇവർ ചോദിക്കുകയാണ് ഈ പന്നിയോട്, ഡിയർ പിഗ്, പ്രിയപ്പെട്ട പന്നി, ആർ യു വില്ലിങ് ടു സെൽ ഫോർ 1 shilling യുവർ റിങ്? 1 shillingന് നിൻ്റെ ആ മൂക്കിൻ്റെ തുമ്പത്തിരിക്കുന്ന ആ മോതിരം
നീ തരുമോ? ഒരു ഷില്ലിങ് തന്നാൽ. ഷില്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഉണ്ട് ഷില്ലിംഗ്, എ യൂണിറ്റ് ഓഫ് മണി യൂസ്ഡ് ഇൻ ബ്രിട്ടൻ അണ്ടിൽ 1971. 1971 വരെ ബ്രിട്ടനിൽ പ്രചാരത്തിലുണ്ടായിരുന്ന പണമാണ് ഷില്ലിംഗ്. അതിനുശേഷം പൗണ്ട് വന്നു. ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഒരു ഷില്ലിങ്ങിന് നിൻ്റെ അതിപ്പോൾ 1 രൂപക്ക് അല്ലെങ്കിൽ 10 രൂപക്ക് എന്നൊക്കെ പറയില്ല, നിൻ്റെ ആ മൂക്കിൻ്റെ തുമ്പത്തിരിക്കുന്ന ആ റിങ് എനിക്ക് ഞങ്ങൾക്ക് തരുമോ? സെഡ് ദി പിഗ്ഗി, ഐ വിൽ. അപ്പോൾ പിഗ്ഗി പറഞ്ഞു യെസ് ഐ വിൽ, ഞാൻ തരാം. സോ ദേ ടുക്ക് ഇറ്റ് എവേ. അങ്ങനെ അവരതെടുത്ത് പോയി. എന്നിട്ടോ ആൻഡ് വേർ മാരീഡ് നെക്സ്റ്റ് ഡേ. അടുത്ത ദിവസം തന്നെ അവർ തമ്മിൽ എന്ത് ചെയ്തു? വിവാഹം കഴിച്ചു. ബൈ ദി ടർക്കി ഹൂ ലിവ്ഡ് ഓൺ ദി ഹിൽ. ബൈ ദി ടർക്കി ഹൂ ലിവ്ഡ് ഓൺ ദി ഹിൽ. അതായത് ആ കുന്നിൻ്റെ ചെരുവിൽ, ആ കുന്നിൽ ജീവിച്ചിരുന്ന ഒരു ടർക്കി, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ചിക്കൻ, കോഴി, ടർക്കി കോഴി എന്നൊക്കെ പറയില്ല. ആ ടർക്കിയെ കൊണ്ട് അവരെന്ത് ചെയ്തു? ദേ ഡൈൻഡ് ഓൺ ദി മീൻസ് ആൻഡ് സ്ലൈസസ് ഓഫ് കിൻസ്. ആ ടർക്കിയും അതുപോലെ തന്നെ ദേ ഡൈൻഡ്, അവർ ഭക്ഷണം കഴിച്ചു. എന്തൊക്കെ? ഓൺ മീൻസ് ആൻഡ് സ്ലൈസസ് ഓഫ് ക്വിൻസ്. മീൻസ് എന്ന് പറഞ്ഞാൽ പീസസ്, ആൻഡ് സ്ലൈസസ് എന്നൊക്കെ പറഞ്ഞാൽ സ്ലൈസാക്കി അരിഞ്ഞ് പീസാക്കിയ ക്വിൻസ്. ക്വിൻസ് എന്ന് പറഞ്ഞാൽ എ കൈൻഡ് ഓഫ് ഫ്രൂട്ട്. അപ്പോൾ ഈ ക്വിൻസ് എന്ന ഫ്രൂട്ട് അരിഞ്ഞതും ഈ ടർക്കി കോഴിയൊക്കെ അവർ എന്തോ കറി വെച്ചിട്ടോ എങ്ങനെയോ അവർ എന്ത് ചെയ്തു? ഭക്ഷണം കഴിച്ചു, ഡൈൻ ചെയ്തു. വിച്ച് ദേ ഏറ്റ് വിത്ത് റൺസിബിൾ സ്പൂൺ. അവരത് ഒക്കെ ഒരു റൺസിബിൾ സ്പൂൺ കൊണ്ട് കോരിയിട്ടാണ് അവർ തിന്നത്. റൺസിബിൾ സ്പൂണിൻ്റെ മീനിങ് താഴെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? എ 3-pronged ഫോർക്ക് കർവ്ഡ് ലൈക്ക് എ സ്പൂൺ ആൻഡ് ഹാവിങ് എ കട്ടിങ് എഡ്ജ്. ഒരു സ്പൂണ് പോലെ വളഞ്ഞ് ഒരു കട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു 3 പ്രോങ്ങുള്ള, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സ്പൂൺ, ഫോർക്ക് എന്നൊക്കെ പറയില്ല, അതുപോലെയുള്ള ഒരു തരം ഫോർക്ക്. അത് ഉപയോഗിച്ചിട്ട് റൺസിബിൾ സ്പൂൺ വെച്ചിട്ട് അവരിതെല്ലാം കഴിച്ചു. എന്നിട്ടോ ആൻഡ് ഹാൻഡ് ഇൻ ഹാൻഡ് ഓൺ ദി എഡ്ജ് ഓഫ് ദി സാൻഡ്. അങ്ങനെ കൈയും പിടിച്ചിട്ട് ആ മണൽത്തിട്ടയുടെ അറ്റത്ത് അവർ പോയി നിന്നിട്ട് എന്ത് ചെയ്തു? ദേ ഡാൻസ്ഡ് ബൈ ദി ലൈറ്റ് ഓഫ് ദി മൂൺ. അവർ സൂര്യപ്രകാശത്തിൻ്റെ ആ വെളിച്ചത്തിൽ അവർ ഡാൻസ് ചെയ്തു. ദേ ഡാൻസ്ഡ് ബൈ ദി ലൈറ്റ് ഓഫ് ദി മൂൺ. സൂര്യപ്രകാശമല്ല, ചന്ദ്രപ്രഭയിൽ, ആ ഉദിച്ചു നിൽക്കുന്ന ആ ചന്ദ്രൻ്റെ വെളിച്ചത്തിൽ അവർ ഡാൻസ് ചെയ്തു. ദ മൂൺ ദേ ഡാൻസ്ഡ് ബൈ ദി ലൈറ്റ് ഓഫ് ദി മൂൺ. ആ ചന്ദ്രൻ്റെ വെളിച്ചത്തിൽ അവർ ഡാൻസ് ചെയ്തു. ഓക്കെ, ഹിയർ വി ഹാവ് കംപ്ലീറ്റഡ് ദിസ് പോം. ഐ തിങ്ക് you are familiar with it now. If you have any doubt, you can ask me. It's completed now. You read it 2 or 3 times and you will get all the overall idea of the poem. And if you are not able to get any idea, please contact me. Okay, thank you. Let's discuss our next part in our next class. Okay.